നമസ്കാരം. നവീൻ ബാബു വധക്കേസിൽ അന്വേഷണത്തിൽ വലിയ വീഴ്ച കണ്ടെത്തിയിരിക്കുകയാണ് തലശ്ശേരി ജില്ലാ കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇത് സംബന്ധിച്ച ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തുടർ അന്വേഷണം നടത്താനാണ് തലശ്ശേരി കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ CPIM നേതാവ് PP ദിവ്യ പ്രതിസ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കില്ല, പ്രതികളെ രക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നതാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അങ്ങനെയൊരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പലതവണ CBI അന്വേഷണത്തിനായി ശ്രമിച്ചു. കോടതികളടക്കം പക്ഷേ CBI അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്തി. സർക്കാർ ഒട്ടുമേ അതിൽ താല്പര്യം കാണിച്ചില്ല. അതിൻ്റെ ഭാഗമായി സംസ്ഥാന പോലീസ് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയായിരുന്നു. ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവമോ ഉണ്ടായാൽ അത് തീർച്ചയായും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് CBI അന്വേഷണം നിരസിച്ചുകൊണ്ട് അന്ന് തന്നെ കുടുംബത്തിന് കോടതി അനുമതി നൽകിയിരുന്നു. ആ അനുമതി ഉപയോഗിച്ചുകൊണ്ട് കുടുംബം നൽകിയ ഒരു ഹർജി, ആ ഹർജിയിന്മേലാണ് ഇപ്പോൾ തുടരന്വേഷണം വേണം, അന്വേഷണത്തിൽ ഇപ്പോഴത്തെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ആ അന്വേഷണത്തിൽ വലിയ വീഴ്ചകളുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കുടുംബം പ്രധാനമായും ഉയർത്തിയത് ഈ പ്രധാനപ്പെട്ട പ്രതി ADM നവീൻ ബാബുവിനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു എന്നാരോപിക്കപ്പെടുന്ന CPM നേതാവ് PP ദിവ്യയുടെ ഫോൺ കോളുകളും ഫോൺ രേഖകളും മറ്റും പരിശോധിക്കണം എന്നാവശ്യമുണ്ടായിരുന്നു. അത് ഈ അന്വേഷണത്തിൽ പരിശോധിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോൺ രേഖകളുടെ പരിശോധന കൂടാതെ ഈ അന്വേഷണം അപൂർണമാണ് എന്നാണ് ഇന്ന് കുടുംബം കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഫോൺ രേഖകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രശാന്തിൻ്റെ സ്വർണ്ണ വായ്പ, അതായത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു വ്യാപാരി അല്ലെങ്കിൽ ഒരു വ്യവസായി പെട്രോൾ പമ്പിന് അനുമതിക്ക് വേണ്ടിയിട്ടോ മറ്റോ ആണ് ഇത്തരത്തിലൊരു കൈക്കൂലി കൊടുത്തത് എന്ന ആരോപണം ഉയർന്നത്. അങ്ങനെ കൈക്കൂലി കൊടുത്തു എന്ന് അവകാശവാദം ഉന്നയിച്ച ഒരു വ്യക്തിയാണ് പ്രശാന്ത്. ഈ പ്രശാന്ത് PP ദിവ്യയുടെ അടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ പ്രശാന്തിൻ്റെ ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഇയാൾ കൈക്കൂലി കൊടുത്തത്, ആ പണത്തിൻ്റെ സ്രോതസ് എന്ത് എന്ന ഒരു ചോദ്യം അവിടെ ഉയരുകയാണ്. അതായത് സ്വർണ്ണ വായ്പ വാങ്ങി അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടാണ് ഈ 1 ലക്ഷം രൂപ കൊടുത്തത് എന്ന് പ്രശാന്തൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണ വായ്പ എവിടെ നിന്നാണ് എടുത്തത്, സ്വർണം എവിടെയാണ് പണയം വെച്ചത്, ഏത് ദിവസമാണ്, ആ വായ്പയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ കൃത്യമായും അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അത് തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൈക്കൂലി കേസ് അന്വേഷിച്ച നവീൻ ബാബുവിനെതിരായിട്ടുള്ള കൈക്കൂലി കേസ് അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥർ, അവരെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നില്ല. ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട വീഴ്ചകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വേണം എന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള PP ദിവ്യയുടെ ഫോൺ രേഖകൾ അത് ശേഖരിക്കാത്തത് വലിയ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായി ഇതിനെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ പ്രശാന്തൻ്റെ സ്വർണ്ണ വായ്പ, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഈ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എടുക്കാതെയാണ് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് അന്വേഷണം പോയിട്ടില്ല എന്ന് ഇപ്പോൾ തെളിയുകയാണ്. കുടുംബത്തിൻ്റെ ആ ഹർജി അംഗീകരിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ ഈ വിവരങ്ങൾ കൂടി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അന്വേഷണ സംഘത്തോട്. അതായത് മെയ് 30-നകം അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024 സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് കണ്ണൂർ ADM ആയിരുന്ന അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം മാറി പോവുകയായിരുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം താമസിച്ച വസതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടത്. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് യാത്രയാകുന്നു എന്ന് ബന്ധുക്കളെ അറിയിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മൃതദേഹം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അത് വലിയ സംശയത്തിനും ദുരൂഹതയ്ക്കും ഒക്കെ ഇടയാക്കുന്നുണ്ട്. അതിന് തൊട്ട് തലേ ദിവസം, അതായത് ഈ മരണം നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം കണ്ണൂർ കളക്ട്രേറ്റ് ഹാളിൽ ഒരു യാത്രയയക്കൽ ചടങ്ങുണ്ടായിരുന്നു. ആ യാത്രയയക്കൽ ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തുന്നു. അത് PP ദിവ്യ ആയിരുന്നു, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ. ആ PP ദിവ്യ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. ഇതിൽ മനംനൊന്തുകൊണ്ടാണ് കണ്ണൂർ ADM ആത്മഹത്യ ചെയ്തത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ കേസിലാണ് ഇപ്പോൾ വിചാരണ നടക്കുന്നത്. ഇങ്ങനെ
ഈ ഒരു കേസ് വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PP ദിവ്യയെ പുറത്താക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ PP ദിവ്യയെ പൂർണ്ണമായും CPIM തഴയുകയാണ് എന്ന ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും PP ദിവ്യയെ നീക്കുകയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.